എപ്പിസോഡുകൾ വരുന്നതിനേക്കാളും അപ്പുറം വീക്കെൻഡ് എപ്പിസോഡുകളുടെ പ്രൊമോയും വീക്കെൻഡ് എപ്പിസോഡുകളും അതുപോലെ ലാലേട്ടൻ വരുന്ന എപ്പിസോഡുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ വീക്കെൻഡ് എപ്പിസോഡിലും ഇപ്പോൾ ലാലേട്ടൻ്റെ വക ഒരു ഫയറിംഗ് ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങളും പ്രശ്ന പരിഹാരങ്ങളും ഉണ്ടാവലൊക്കെ ഉണ്ട്. അതുകൊണ്ടിട്ട് തന്നെ ആ ഒരു വിഷയങ്ങളെപ്പറ്റി സംസാരിക്കുന്നതും ആ ഒരു വീക്ക് മൊത്തത്തിൽ ഒരു വാല്യുവേറ്റ് ചെയ്ത് അതിൽ ശിക്ഷിക്കാനുള്ളവർക്ക് ശിക്ഷിക്കുന്നതൊക്കെ കാണാനാണ് പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം. എന്തായാലും ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ, അതായത് ഞായറാഴ്ചത്തെ സ്പെഷ്യൽ, അതും വിഷു സ്പെഷ്യൽ എപ്പിസോഡിന്റെ പ്രൊമോ വന്നിരിക്കുകയാണ്. ഏഷ്യാനെറ്റ് ഇപ്പോൾ കുറച്ച് മുമ്പാണ് അത് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ആ ഒരു പ്രൊമോയിൽ കാണുന്നത് അനുസരിച്ചിട്ടാണെങ്കിൽ വിഷുവിന്റെ ആഘോഷം നല്ല രീതിയിലാണ് നടക്കുന്നത്. ലാലേട്ടൻ ആ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. കണ്ടസ്റ്റന്റുകളുടെ കൂടെ നിന്നിട്ട് വിഷു ആഘോഷിക്കുന്ന ഒരു സെനാറിയോ ആണ് ആ ഒരു പ്രൊമോയിൽ കാണുന്നത്. ഇന്നലത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ അവസാനം ആ കണ്ടസ്റ്റന്റുകൾ ചോദിക്കുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു, ലാലേട്ടൻ വരുമോ വരുമോ എന്ന് ചോദിക്കുമ്പോൾ വരാം എന്ന് വാക്ക് കൊടുത്തിരുന്നു. അതോടൊപ്പം തന്നെ ലാലേട്ടൻ ആ ഒരു എപ്പിസോഡിന്റെ അവസാനത്തിൽ കൊടുത്തിരുന്ന വേറൊരു വാഗ്ദാനം എന്താണെന്ന് വെച്ചാൽ, ജാൻമണിക്കും ഗബ്രിക്കും ജാസ്മിനും ഉള്ളത് ഞാൻ വന്നിട്ട് തരാമെന്ന് ലാലേട്ടൻ പറഞ്ഞു പോയിരുന്നു. ആ ഒരു 3 കാര്യങ്ങളാണ് അതിലും ഹൈലൈറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വിഷുവിന്റെ ആ ഒരു സെലിബ്രേഷന്റെയും കാര്യങ്ങളുടെയും ഇടയിൽ ഈ ഒരു കാര്യങ്ങൾ മുങ്ങിപ്പോവരുത് എന്നുള്ളതാണ് പ്രേക്ഷകരുടെ താല്പര്യം. കാരണം ഗബ്രിയുടെയും ജാസ്മിന്റെയും ജാൻമണിയുടെയും കാര്യം പറയുമ്പോൾ അതങ്ങനെ പറഞ്ഞിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെ ആയിരിക്കണം. ഒരു ചെറിയതായിട്ടുള്ള ചെറിയ കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. ഇപ്പോൾ ജാൻമണിയുടെ കാര്യം പറയുകയാണെങ്കിൽ ജാൻമണിയുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റുകളും അല്ലെങ്കിൽ ആ ഒരു കേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളും ആറ്റിറ്റ്യൂഡോ അല്ലെങ്കിൽ മൊത്തത്തിൽ ആ വീട്ടിലെ എല്ലാത്തിനും റിബലായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ജാൻമണി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അഭിഷേക് ശ്രീകുമാർ എന്ന് പറയുന്ന വൈൽഡ് കാർഡ് കണ്ടസ്റ്റന്റ് കമ്മ്യൂണിറ്റിയെ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ പറ്റി മോശമായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു എന്നതിന്റെ പേരിൽ ഇന്നലെ ഒരു യെല്ലോ കാർഡ് അഭിഷേക് ശ്രീകുമാറിന് ലാലേട്ടൻ കാണിക്കുകയും ഇത് ലാസ്റ്റ് വാർണിംഗ് ആണെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാവുകയുണ്ടായി. അങ്ങനെയാണ് എങ്കിൽ അഭിഷേക് പറഞ്ഞ ആ ഒരു ഒറ്റ സ്റ്റേറ്റ്മെന്റിന്റെ പേരിൽ ഒരു യെല്ലോ കാർഡ് കാണിച്ച് ഇനി അടുത്തത് റെഡ് കാർഡ് ആണ് എന്നുള്ളത് കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അങ്ങനെ സംഭവിച്ചാൽ ഉറപ്പായിട്ടും റെഡ് കാർഡ് തരും എന്ന അർത്ഥത്തിൽ തന്നെ സംസാരിച്ചു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ജാൻമണിക്ക് ഇത്രയും നാള് കൊണ്ടിട്ട് അങ്ങനെ ഒരു ശിക്ഷയോ കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു വാർണിങ്ങോ ഒരു പണിഷ്മെന്റോ ഒന്നും കൊടുത്തതായിട്ട് കണ്ടിട്ടില്ല. എല്ലാ വീക്കെൻഡിലും വരുന്നു, ജാൻമണിയോട് ഇതൊക്കെ പറയുന്നുണ്ട് എന്നല്ലാതെ അതിനപ്പുറം ജാൻമണി ആ വീട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ നമ്മുടെ സൊസൈറ്റിക്ക് തന്നെ കുറച്ച് റിബലായിട്ട് നിൽക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്, കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ആ ഒരു കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും ലാലേട്ടൻ പറയുകയോ അല്ലെങ്കിൽ ജാൻമണീനെ ഒന്ന് വാൺ ചെയ്യുകയോ ചെയ്യുന്നില്ല. വീടിന്റെ അകത്തും പുറത്തുമുള്ള ആ ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിയെ മൊത്തത്തിൽ അടച്ചാക്ഷേപിച്ചു എന്നതാണ് അഭിഷേക് ശ്രീകുമാറിനെതിരെ പറഞ്ഞിട്ടുള്ള ആ ഒരു തെറ്റ് എങ്കിൽ, ജാൻമണി പറഞ്ഞിരിക്കുന്നതും നോറയെ അടക്കം ഇന്നലത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ളത് നിന്റെ ലൈഫ് ഞാൻ ഇല്ലാതാക്കും എന്നുള്ളതാണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, അഭിഷേക് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് റോങ് ആണെങ്കിൽ ഓഫ് കോഴ്സ് ഈ ഒരു സ്റ്റേറ്റ്മെന്റും റോങ് ആണ്. ഇതിനുള്ള ആ ഒരു ശിക്ഷ ഉറപ്പായിട്ടും കൊടുക്കേണ്ടിയിരിക്കുന്നു എന്നത് തന്നെയാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ലാലേട്ടൻ ഇന്നത്തെ എപ്പിസോഡിൽ അത് സംസാരിച്ചേ പറ്റുള്ളൂ. പ്രേക്ഷകരും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ഒരു ജാൻമണി എന്തുകൊണ്ടാണ് ബിഗ് ബോസ് ഹൗസിൽ ഇത്രയ്ക്ക് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് മാറുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. എല്ലാ തരത്തിലും പ്രിവിലേജ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാൻമണിക്ക് വന്ന അന്ന് മുതൽ പവറിനോടാണ് വല്ലാത്ത താല്പര്യം. ഒന്നെങ്കിൽ ക്യാപ്റ്റൻ ആവണം അല്ലെങ്കിൽ പവർ ടീമിൽ കയറണം. ഇത് രണ്ടും അല്ലാത്ത പക്ഷം ജാൻമണി മറ്റാരെന്ത് പറഞ്ഞാലും കേൾക്കില്ല. ബിഗ് ബോസ് പറയുന്ന ചില കാര്യങ്ങൾ ആ ഒരു സമയത്ത് കേൾക്കുമെന്നല്ലാതെ അതിനപ്പുറം ഒന്നും കേൾക്കാറില്ല. അപ്പം ഇത്രത്തോളം പ്രിവിലേജ് ജാൻമണിക്ക് എന്തിനാണ് ബിഗ് ബോസ് കൊടുക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാകാത്തത്. മറ്റാർക്കും ആ വീട്ടിൽ കിട്ടാത്ത, അതല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള ഒരു സീസണുകളിലും ആർക്കും കിട്ടാത്ത കുറച്ച് പ്രിവിലേജുകളാണ് ജാൻമണിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഫിറോസ് ഖാന്റെ ഒക്കെ ആ ഒരു കാര്യങ്ങൾ നോക്കിയിട്ട് ഫിറോസ് ഖാനെയൊക്കെ സ്പോട്ട് എലിമിനേഷൻ ചെയ്യുന്നത് തന്നെ ഒരു 2 or 3 തവണ ആ ഒരു പേഴ്സണൽ സ്പേസിലേക്ക് വന്നു, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ സംസാരിച്ചു എന്നുള്ള ഒരു റീസണിന്റെ പുറത്താണ് ഫിറോസ് ഖാനെയൊക്കെ ആ വീട്ടിൽ നിന്ന് സ്പോട്ട് എവിക്ഷൻ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ജാൻമണിക്ക് എന്തുകൊണ്ട് ഇത്രയും പ്രിവിലേജ് കൊടുക്കുന്നു എന്നതാണ് പ്രേക്ഷകർ ഉൾപ്പെടെ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുള്ള ഒരു ചോദ്യം. അതിനുള്ള ഉത്തരമൊക്കെ ലാലേട്ടൻ ഈ ഒരു എപ്പിസോഡിൽ തന്നേ മതിയാകൂ. മേ ബി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പ്രേക്ഷകർ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്തിരിക്കാം, ചിലപ്പോൾ അത് കിട്ടും. അതുപോലെ ഗബ്രിയുടെ കാര്യം പറയാനാണെങ്കിൽ കഴിഞ്ഞ ഒരു വീക്കിലെ എടുത്തിട്ടുണ്ടെങ്കിൽ ഗബ്രിക്ക് കാര്യമായ ഇത്തരം വീക്കെൻഡിൽ ചർച്ച ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല. മൈക്ക് ധരിക്കാത്തതും അല്ലെങ്കിൽ ഉറങ്ങിയതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചെറിയ ചെറിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെ വയലേഷനാണ് ഗബ്രിയെ സംബന്ധിച്ചുണ്ടായിട്ടുള്ളൂ. പിന്നെ ജാസ്മിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ
ജാസ്മിൻ്റെ ഒരു ലെറ്റർ വന്നത്, ആ വീട്ടിലേക്ക് ലെറ്റർ വന്നതും ആ ഒരു ലെറ്റർ വായിച്ചതിന് ശേഷം അത് ഒളിപ്പിച്ച് വെക്കുന്ന ആ ഒരു സീനൊക്കെ വല്ലാതെ വൈറലായി പോവുകയും സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ജാസ്മിന് ബിഗ് ബോസ് മറ്റൊരു പ്രിവിലേജ് കൊടുക്കുന്നു അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റ് പ്രേക്ഷകരൊക്കെ അഭിപ്രായപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഈ ലെറ്ററിനകത്ത് എന്തായിരുന്നു എന്നുള്ളത് ഉറപ്പായിട്ടും അവിടെ ഡിസ്കസ് ചെയ്യപ്പെടേണ്ട ഒന്നാണ്. എന്തായിരുന്നു ആ ലെറ്റർ, അല്ലെങ്കിൽ ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ ക്യാപ്റ്റനുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങളാകാം, അല്ലെങ്കിൽ ജാസ്മിൻ എന്ന കണ്ടസ്റ്റന്റിന്റെ പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളാവും. പക്ഷേ അത് ഇങ്ങനൊരു റിയാലിറ്റി ഷോ 24/7 ഉൾപ്പെടെ കാണിക്കുന്ന ഒരു സമയത്ത് അത് പ്രേക്ഷകരെ കാണിക്കേണ്ടിയിരിക്കുന്നു. ഓൾറെഡി ജാസ്മിന്റെ ഉപ്പയുമായിട്ടുള്ള ഒരു ഫോൺ കോൾ മുഖ്യ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഒരു പ്രശ്നം നല്ല രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയം കൂടെ ആകുമ്പോൾ അത് കുറച്ചും കൂടെ ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും ഈ ഒരു എപ്പിസോഡിൽ അത് പറഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ പ്രൊമോയിൽ ആ ഒരു വിഷയങ്ങളൊന്നും കാണിക്കുന്നില്ല. വിഷു സെലിബ്രേഷൻ മാത്രമാണ് കാണിക്കുന്നുള്ളൂ.